everybody, welcome back to my YouTube channel. സോ അങ്ങനെ ഇന്ന് ഞാൻ ഒരു ട്രിപ്പ് പോവുകയാണ് ഫോർ എ കപ്പിൾ ഓഫ് ഡേയ്സ്. സോ ഞാൻ കരുതി നിങ്ങളെയും എൻ്റെ കൂടെ കൊണ്ടുപോകാമെന്ന്. അപ്പോൾ നമുക്ക് പോയാലോ. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഓൾസോ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. റൂം ചെക്ക് ഇൻ 3 മണിക്കേ ഉള്ളൂ. അതുകൊണ്ട് ലഗേജ് ഡ്രോപ്പ് ഇൻ ചെയ്തിട്ട് ഞങ്ങൾ ചുമ്മാ ഇവിടെ ഒന്ന് ചുറ്റി കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. എൻ്റെ കോലം കണ്ടാലും പേടിക്കേണ്ട. ഇന്നലെ രാത്രി ബസ്സിൽ കിടന്നുറങ്ങി അതേപടി രാവിലെ എണീറ്റ് ജസ്റ്റ് മുഖം കഴുകി പല്ല് തേച്ച് സൺസ്ക്രീൻ ഇട്ട് അത്രമാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ആദ്യം ഞങ്ങൾ വന്നത് ഞങ്ങളുടെ റൂമിന് അടുത്ത് തന്നെ ഉള്ളൊരു സ്ഥലത്താണ്. ഡീൻ വില്ലേജ് എന്നാണ് അതിൻ്റെ പേര്. ഭയങ്കര നല്ല അടിപൊളി, എന്താ പറയുക, ഭയങ്കര രസമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ എത്തിയൊരു ഫീലിംഗ് ഉണ്ട് ഇവിടെ ആ വില്ലേജിൽ വന്നപ്പോഴത്തേക്കും. പക്ഷേ ബിൽഡിങ്സ് ഒക്കെ കണ്ടാൽ കറക്റ്റ് ഒരു ഫ്രഞ്ച് വൈബ് അല്ലെങ്കിൽ ഒരു ഇംഗ്ലണ്ട് വൈബൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് നേച്ചർ, ആ വാട്ടർ സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വെള്ളച്ചാട്ടം, ഒരു കുഞ്ഞു വെള്ളച്ചാട്ടത്തിലൊക്കെ അടുത്തൊക്കെ വന്ന ആ ഒരു ഫീലൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ ആ വീഡിയോസ് പോയി കണ്ടിട്ട് വരും. ഞാൻ പറഞ്ഞല്ലോ, നാട്ടിലെ പോലെ തന്നെയാണ്. എനിക്ക് ആ വെള്ളം, വാട്ടർ റിസർവോയറിൻ്റെ സംഭവം കണ്ടപ്പോഴത്തേക്കും തോന്നിയിരുന്നു. പക്ഷെ ഉള്ള ഒരേ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ ഇച്ചിരി കൂടെ വൃത്തിയുണ്ട്. നാട്ടിൽ എന്തായാലും ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളമോ ഇല്ലെങ്കിൽ ഒഴുക്കുള്ള വെള്ളമായാൽ പോലും അതിൽ പ്ലാസ്റ്റിക്സ്, വേസ്റ്റ് എല്ലാം ഇട്ട് വൃത്തികേടാക്കി വെച്ചേക്കുന്നത് കൊണ്ടുള്ളൊരു പോരായ്മ മാത്രമേ ഉള്ളൂ. ബാക്കിയല്ല ഓക്കെയാണ്. അങ്ങനെ ഇതിൻ്റെ പരിസര പ്രദേശങ്ങൾ ഞാനിങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഞാൻ കുറച്ച് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇവിടെ കിളികളുടെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും പതുക്കെയാണ് സംസാരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും പതുക്കെയാണ് ചെയ്യുന്നത്. കാര്യം ഈ ബയോഡൈവേഴ്സിറ്റി ഇവിടെ ഭയങ്കരമായിട്ട് കൺസേർവ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ ബയോഡൈവേഴ്സിറ്റിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ശരിക്കും ഒരു കാട്ടിനകത്തൂടെ നടക്കുന്നൊരു ഫീലിംഗാണ്. ആരും അങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കുകയോ ബഹളം വയ്ക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എല്ലാവരും ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ്. നിങ്ങൾക്ക് സറൗണ്ടിങ്സ് കേട്ടാൽ തന്നെ മനസ്സിലാവും. നല്ല രസമല്ലേ ആ ആകാശം മുട്ടുന്ന പോലെ. ക്ലാസ്സാണോ ചേർച്ചാണോ എന്ന് അറിയത്തില്ല. അതിൻ്റെ ടോപ്പും അതിൻ്റെ കൂടി ആർച്ച് ബ്രിഡ്ജും എല്ലാം കൂടെ നല്ലൊരു അടിപൊളി സീനാണിത്. ഇത് ജസ്റ്റ് ഈ ഡീൻ വില്ലേജ് എങ്ങനെ ഉണ്ടായി, ഡീൻ വില്ലേജ് ഇൻഡസ്ട്രിയൽ വില്ലേജിൻ്റെ ഒരു ഹിസ്റ്ററി പറയുന്ന ഒരു പിക്ചറാണ്. നമ്മളങ്ങനെ ഇതിൻ്റെ സൈഡിലൂടെ ജസ്റ്റ് നടക്കാനായിട്ടൊരു പാത്ത് വേ ഉണ്ട്. അപ്പോൾ അതുവഴി ഇങ്ങനെ ചുമ്മാ നടക്കും. അങ്ങനെ ദിശയും ഡയറക്ഷനും ഒന്നുമില്ല. ഈ പാത്ത് പോകുന്നത് കൊണ്ട് അതിൻ്റെ കൂടെ പിടിച്ചങ്ങ് പോവുകയാണ്. എവിടെ എത്തും നമുക്ക് നോക്കാം. നമ്മൾ നടന്ന് അതിൻ്റെ ഏറ്റവും എൻഡിൽ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ടു ദ റോഡ് അങ്ങനെ ഉള്ളൂ. നമ്മളങ്ങനെ അടുത്ത അട്രാക്ഷനിലോട്ട് പോകുമായിരുന്നു. അപ്പോൾ നടന്നാണ് എല്ലായിടത്തും പോകുന്നത് മിക്കതും. അപ്പോൾ പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് കൂടെ ഇതെല്ലാം കാണിച്ചു തരാമെന്നത്. ആ സ്ട്രെയിറ്റ് കാണുന്ന വീടും ആ റോഡിൻ്റെയൊക്കെ ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പഴയ വിൻറ്റേജ്, നമ്മൾ ഇംഗ്ലീഷ് സ്റ്റോറി ബുക്സിലോ അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്സിലൊക്കെ കണ്ട ആ ഒരു ടൈപ്പ് ഓഫ് വീടൊക്കെ പോലെ ഇല്ലേ. പിൻട്രസ്റ്റ് വിൻറ്റേജ് ടൈപ്പ് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ വെച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ ഭയങ്കര കിട്ടുള്ള ഒരു പ്ലേസായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് ഇങ്ങനൊരു വ്യൂ ഉള്ള സ്ഥലത്തെത്തിക്കുവാണ്. നമ്മൾ വിക്ടോറിയ സ്ട്രീറ്റ് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതിവിടെ നിന്ന് ഇനി ഒരു 4-5 മിനിറ്റ്സോളം ഉണ്ട്. എനിക്ക് വ്യൂ ഒന്ന് കാണിച്ചു തരാം എന്ന് കരുതി. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് സ്റ്റാച്ചു ആണ്. എന്ത് സ്റ്റാച്ചു ആണെന്ന് എൻ്റെ ഫ്രണ്ടിൽ പോയി നോക്കിയാലേ മനസ്സിലാവും. ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒന്നും കഴിച്ചിട്ടില്ല ഇതുവരെ, ഒന്നും കുടിച്ചിട്ടുമില്ല. അപ്പോൾ എന്തെങ്കിലും കുടിക്കാനും കഴിക്കാനും കിട്ടുമോ എന്നുള്ള ഇതാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്.
അങ്ങനെ നേരത്തെ അവിടെ നമ്മൾ വിക്ടോറിയ സ്ട്രീറ്റിൽ പോയത് ജസ്റ്റ് എന്തെങ്കിലും ഡ്രിങ്ക്സൊക്കെ എന്തെങ്കിലും കുടിക്കാനായിരുന്നു. ഇവിടെ ഭയങ്കര ചൂടായിട്ട് നല്ല ഡീഹൈഡ്രേറ്റഡ് ആവും. അപ്പോൾ എന്തെങ്കിലും ഇടയ്ക്ക് തന്നെ കുടിച്ചുകൊണ്ടിരിക്കണം. ഇത് ഇവിടുത്തെ വൺ ഓഫ് ദി ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ്, സർക്കസ് ലെയിൻ എന്ന് പറയും. നിങ്ങൾക്ക് ഇതിൻ്റെ ഭംഗി എത്രത്തോളം മനസ്സിലാകുന്നുണ്ട് വീഡിയോയിലൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇത് ഞാൻ ക്യാമറയിൽ ഫോട്ടോ എടുത്തിട്ടുണ്ട്. സോ ക്യാമറയിൽ ഫോട്ടോ ഞാൻ പറ്റുവാണെങ്കിൽ ഇവിടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും പറഞ്ഞൊരു ഫെയറി ടെയിലിൻ്റെ ലൈനിലൂടെ പോകുന്ന പോലെയുണ്ട്. ഞാൻ ക്യാമറയിലെടുത്ത വീഡിയോസ് മാത്രമേ ഇവിടെ പ്ലേ ചെയ്തിട്ടുള്ളൂ. ഫോട്ടോസ് കാണണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ID നോക്കിയാൽ മതി. ഞാൻ ID ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ലഞ്ച് കഴിക്കാനാണ് പോയത്. കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, വലുതായിട്ട് ഫുഡൊന്നും കഴിച്ചില്ല. ഇടയ്ക്ക് ഒരു കോൾഡ് ചോക്ലേറ്റ് കുടിച്ചതല്ലാതെ. നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ടറാണ് ഓർഡർ ചെയ്തത്. അത് ഡ്രൈ ഏജ്ഡ് ബീഫും ലെമണും കുറച്ച് ചീസും പിന്നെ റോക്കറ്റ് ലീവ്സും ആയിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. ചീസൊക്കെ ഭയങ്കര ടേസ്റ്റ് ഉള്ളതായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മെയിൻ കോഴ്സായിട്ട് ഗ്രിൽഡ് ഫിഷും പൊട്ടേറ്റോസും ആണ് ഓർഡർ ചെയ്തത്. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഡെസേർട്ടായിരുന്നു നമ്മൾ അഫഗാറ്റോ ഓർഡർ ചെയ്തത്. എനിക്ക് അത്ര അങ്ങോട്ട് അഫഗാറ്റോ ഇഷ്ടമായില്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ നേരെ റൂമിൽ പോവുകയാണ് ചെയ്തത്. കാര്യം നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ടയർഡായിപ്പോയി. മാത്രമല്ല നാളെ നമുക്ക് നേരത്തെ എണീക്കാൻ വേണം. അതുകൊണ്ട് പ്രോപ്പറായിട്ടൊരു എൻഡിങ് ഒന്നും എടുത്തില്ല. ഇത് വെച്ച് ഇന്നത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക.